ഓം ശാന്തി. പലപ്പോഴും ഈ കലിയുഗത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിൽ നമ്മളുടെ എന്ന് വിചാരിച്ചുകൊണ്ട്, എൻ്റെ എന്ന് വിചാരിച്ചുകൊണ്ട്, ഇവരൊരിക്കലും എന്നിൽ നിന്ന് വിട്ടു പിരിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, ആ ജന്മകാലം ഞാൻ ഒന്നിച്ചുണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട്, എന്നെ സഹായിക്കുന്നവരെന്ന് സങ്കല്പിച്ചുകൊണ്ട് പല പല രീതികളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്ന ഒരു ശീലമുണ്ട്. ചിലരുടെ സ്വഭാവം തന്നെ അതാണ്. ഇപ്പം നമ്മളിവിടുന്ന് 10-ാം തീയതി ഒരു സ്ഥലത്തേക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 10-ാം തീയതി ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ, 10-ാം തീയതി ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്ന് 10 ആളോട് പറയാൻ നിൽക്കും. അവസാനം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉള്ളിൽ നിന്ന് അതിന് നെഗറ്റീവ് തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ 10-ാം തീയതിക്ക് മുന്നേ ചിലപ്പോൾ പനി പിടിച്ച് കിടക്കുകയും ചെയ്യും. ഞാൻ കാണാറുണ്ട് അങ്ങനെയും പലരുടെ അനുഭവങ്ങൾ. അതുകൊണ്ട് ഏതൊരു കാര്യമാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് നിങ്ങളതായി തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ ഉള്ളിൽ, ഫാമിലി ലൈഫ് ആവട്ടെ അഥവാ പ്രൊഫഷണൽ ലൈഫ് ആവട്ടെ, ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ച് ആരോടും പറയാതെ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ അക്കമിട്ട് ഉറപ്പിച്ചു വെച്ചോളൂ. ഈ രീതിയിൽ നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കുകയാണെങ്കിൽ അധികം പ്രശ്നങ്ങളില്ലാതെ, സംഘർഷങ്ങളില്ലാതെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി കൊണ്ട് പിന്നോട്ട് തള്ളപ്പെട്ടിട്ടോ ഇങ്ങനെ അനുഭവം ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സഹജാവും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ കുടുംബത്തിലെ കാര്യം. അത് കുടുംബത്തിൽ കിടക്കേണ്ട കാര്യമാണ്. പറയാം, ഈശ്വരനോട് പറയാം. അഥവാ ഈശ്വരന് തുല്യമായി നിങ്ങൾ കാണുന്ന, നിമിത്തമാകുന്ന, അങ്ങനെ യാതൊരു വിധത്തിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ? അങ്ങനെയുള്ള ഗുരുക്കന്മാരോട് വേണമെങ്കിൽ പറഞ്ഞോളൂ. അതർവൈസ് ഫുൾ സ്റ്റോപ്പ്. ആരോടും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ കലഹിച്ചിട്ടുണ്ടായിരിക്കാം, അമ്മയും മോനും തമ്മിൽ കലഹിച്ചിട്ടുണ്ടായിരിക്കാം, അച്ഛനും മക്കളും തമ്മിൽ കലഹിച്ചിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം ഒരു കുടുംബം ഈ കലിയുഗത്തിലെ ജീവിതത്തിൽ പൊട്ടലും ചീട്ടലും നമ്മൾ സാധാരണ ഭാഷയിൽ പറയും. എന്തെങ്കിലും ഒരസലും സംഘർഷങ്ങളും ഒന്നുമില്ലാത്ത ഒരു വീട്ടുകളും ഇല്ല. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫീലിങ്ങും ആ ഒരു നെഗറ്റിവിറ്റിയും ആ ഒരു മൂഡ് ഓഫും കൊണ്ട് ഓഫീസിൽ പോകും, അല്ലെങ്കിൽ പുറത്ത് പോകും, ഷോപ്പിൽ പോകും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകും. അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ ഫോൺ ചെയ്യും. പുറത്ത് പോകാത്തവരാണെങ്കിൽ ചേച്ചിക്ക് വിളിച്ചു, ചേട്ടനെ വിളിച്ചു, അച്ഛനെ വിളിച്ചു, അമ്മേനെ വിളിച്ചു, കഥ പറയലായി, ഇന്നിങ്ങനെ ഉണ്ടായി. കുറച്ച് നേരം കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒത്തുപോകേണ്ടവരാണ്. അതുകൊണ്ട് വീണ്ടും ഒത്തുചേരുമ്പോൾ നമ്മൾ അതിനൊക്കെ മറന്നിട്ട് അതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ കേട്ട ആളുകളുടെ മനസ്സിലുണ്ടല്ലോ അതവിടെ കല്ലുപോലെ കിടക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും ആൾക്കാരോട് പറഞ്ഞ കാര്യം അതിൻ്റെ മറുഭാഗത്തുള്ള ആൾ ചിലപ്പോൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷേ വീണ്ടും ഒരു സാഹചര്യം വരുമ്പോൾ ഇത് ആവർത്തിക്കപ്പെടേണ്ട ഒന്നിച്ചൊരു സമയം വരെയും അതിന് അതേപോലതായിട്ടുള്ള വേറൊരു സിറ്റുവേഷൻ വന്നാൽ അന്നും നീ ഇങ്ങനെ ചെയ്തിട്ടോ എന്ന് മൂന്നാമതൊരാൾ പറയുന്നതോടെ നിങ്ങളുടേതായിട്ടുള്ള ഐക്യമുണ്ടല്ലോ, ആ ഒരു ഒന്നെന്നുള്ളതായിരിക്കുന്ന ഒരു വിചാരം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിനാദ്യത്തെ വിള്ളൽ വീഴുക ഇത്തരം സന്ദർഭങ്ങളിലാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ 4 ചുമരിനുള്ള അവിടെ കിടന്നോട്ടെ. എന്തിനാ പുറത്ത് എല്ലാവരോടും പോയി പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിൻ്റെ ഭാരം കൂടുന്നുണ്ടോ? ഈശ്വരന് കത്തെഴുതിക്കോളൂ. റെഗുലറായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നു, ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലോ അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നുള്ള സന്ദർഭത്തിൽ ആരുടെയും സഹായം തേടണ്ടെന്നല്ല കേട്ടോ സിസ്റ്റർ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ എന്നുണ്ടാവുന്ന കാര്യങ്ങൾ എല്ലാവരോടും പോയി പറഞ്ഞ് നമ്മുടെ ഫാമിലിയിൽ ഐക്യവും സുഖവും സന്തോഷവും നഷ്ടപ്പെടുത്തും. മറ്റൊന്ന്, ഈ കുറ്റമൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം കുറ്റം പറയുമ്പോൾ അവൻ കുറ്റം പറയും. അത് കഴിഞ്ഞിട്ട് ആ ഭാര്യ വരുമ്പോൾ പോയ പോക്ക് കണ്ടോ? കുറ്റം പറയുമ്പോഴൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് വിളിച്ചപ്പോൾ പോയ പോക്ക് കണ്ടോ? ഭർത്താവും ഭാര്യയും വിളിക്കുമ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അച്ഛനമ്മയും വിളിക്കുമ്പോൾ മക്കൾക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. ഒന്നിച്ച് ജീവിക്കുന്നവരാണ്, കുടുംബമാണ്. ഇതൊന്നും പുറമേ ഉള്ളവർ കണ്ടോളണമെന്നില്ല. സോ കീപ് ക്വൈറ്റ്. വീടിൻ്റെ ഉള്ളിലെ കാര്യം അതവിടെ കിടക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവട്ടെ കുറവ് വരുമാനം ഉണ്ടാവട്ടെ, എന്തിനാണ് എല്ലാവരും അറിയിക്കേണ്ട കാര്യം? നിങ്ങൾക്ക് 1 കോടി വരുമാനം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം 1 കോടി രൂപ ലോട്ടറി അടിച്ചതായിരിക്കുന്ന ഒരു ലേഡിയുടെ ഒരു വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞാൻ കണ്ടു. 1 കോടി രൂപ നിങ്ങൾക്കെങ്ങാൻ ലോട്ടറി അടിച്ചാൽ നിങ്ങൾ ആരോടും മിണ്ടാതെ പറയണേ, ഞാൻ പറഞ്ഞു പോയി, എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വെറുതെ കിട്ടിയ കാശല്ലേ എന്ന് ചോദിക്കാൻ വരുന്ന ആൾക്കാർ അവസാനം ഇപ്പം എൻ്റെ കയ്യിൽ കാശുമില്ല, എല്ലാവരും എൻ്റെ ശത്രുക്കളുമായി എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. സത്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടായാൽ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യും. ഈ സമ്പത്ത് എന്ന് പറയുന്ന സാധനം എത്ര ആദരിക്കുന്നു അത്രയും നമ്മുടെ കൂടെ നിൽക്കുന്നുള്ള സാധനമാണ്.
അതുകൊണ്ട് ആദരവോടുകൂടി അതിനെ ഉപയോഗിച്ചോളൂ, ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ, പക്ഷെ ഉപയോഗിക്കേണ്ടെന്നല്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയെന്ന് ആരും പറയാതിരിക്കുക. നിങ്ങൾക്ക് ഷോപ്പിലെ ഇൻകം ആവട്ടെ, ഗവൺമെൻറ് ജോബിലെ ഇൻകം ആവട്ടെ, പ്രൈവറ്റ് ഫേമിലെ ഇൻകം ആവട്ടെ, ഡെയിലി വേജസ് ആവട്ടെ, നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടെന്ന് 10 ആളോട് പറഞ്ഞിട്ട് നമുക്കെന്ത് കിട്ടാനാ? അവർ പലതും നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശത്രുക്കളാക്കും. പലരും നിങ്ങളോട് കടം ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ ശത്രുവായി മാറും. പലരും നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കാൻ നിൽക്കും. വലിയ ജാട കാണിച്ച് നടക്കുക, കയ്യിലൊരു തുള്ളി കാശില്ല എന്ന് പറയാൻ നിൽക്കും. ആരോടും പറയണ്ട. വരുമാനമുണ്ടോ ഇല്ലേ നമ്മളും ഈശ്വരനും അറിഞ്ഞാൽ മതി, വേറെ ആരെ അറിയിക്കാൻ പോകണ്ട. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വിചാരിക്കുക പാസ്റ്റിൽ. ഞാനതിനെ ഒഴിവാക്കാനുള്ളതായിരിക്കുന്ന ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ലൈഫിലെ ഏതെങ്കിലും ഒരു പാർട്ടിൽ വെച്ച് എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശ്വരനോട് തുറന്ന് പറയണം, നിർബന്ധമായിട്ടും കേട്ടോ. ഈശ്വരനോട് തുറന്ന് പറയണം. അത് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ അത് അവരറിയോ ഇവരറിയോ നാളെ അറിയോ എന്നുള്ള പേടിയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരും അറിയിക്കേണ്ട, അതിനവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പക്ഷേ ഭഗവാനോട് ഹൃദയം തുറന്ന് വിശാലമായിട്ട് എഴുതിയിട്ട് അതിനെ കത്തിച്ച് ആ ചാരത്തെ അങ്ങ് ഊതിക്കളഞ്ഞു, ഈ പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിച്ചു കളഞ്ഞു. ആ ഒരു പാസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കും. അല്ലാതെ ആ തെറ്റിനെ ഓർത്ത് വിഷമിക്കാനും പാടില്ല, ആ തെറ്റ് വേറൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല. പിന്നൊരു കാര്യം, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അപമാനിക്കപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുക അത്തരം സന്ദർഭത്തിൽ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറയാൻ വേണ്ടിക്കൊണ്ടായിരിക്കാം, ഭഗവാന്റെ സഹായം പറയായിരിക്കാം. അതിന് പോസിറ്റീവായിട്ടുള്ള എത്ര കാര്യം വേണമെങ്കിൽ ഷെയർ ചെയ്തോ. പക്ഷേ അപമാനിക്കപ്പെട്ട സന്ദർഭങ്ങൾ എവിടെയൊക്കെ റെഫർ ചെയ്യുന്നു അവരൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ട ഭാഗത്തിനേക്കാൾ കൂടുതൽ അപമാനിക്കപ്പെട്ട സിറ്റുവേഷൻ മനസ്സിൽ കൊണ്ട് നടക്കും. ചിത്രം ഇതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് ആരോടും അത്തരം കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. മറ്റൊരു കാര്യം, നമ്മുടെ ബലഹീനതകൾ. ചിലർക്ക് പെട്ടെന്ന് ഇറിറ്റേഷനും ദേഷ്യമൊക്കെ വരും, പക്ഷേ അത് ഉള്ളിൽ ഒതുക്കാൻ കഴിവുണ്ടാവും, പുറമെ പ്രകടിപ്പിക്കാത്തവരായിരിക്കാം. അപ്പോൾ ചില ആളുകൾക്കൊക്കെ വിചാരിക്കുക അവർ ദേഷ്യം വരാത്ത ആളെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ സംസാരിച്ച് എനിക്കും നല്ല ഇറിറ്റേഷൻ വരികയൊക്കെ ചെയ്യും, പക്ഷെ ഞാനതിന് ഉള്ളിൽ ഒതുക്കുന്നേ ഉള്ളൂ. ഈ ഒരൊറ്റ വാക്കുകൊണ്ട് അവർ നിങ്ങളെ മലയോളം വലുതാക്കി വെച്ചതായിരിക്കും, നിങ്ങൾ മണ്ണിൽ കൊണ്ട് വീഴ്ത്തിക്കളയും. അപ്പോൾ നമ്മുടെ ബലഹീനത എന്താവട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇഷ്ടക്കേടുണ്ടായിരിക്കാം, ചിലപ്പോൾ ചില കാര്യങ്ങളോട് ഇഷ്ടം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്നതായിരിക്കാം, ചിലപ്പോൾ ഉറക്കമായിരിക്കാം, ചിലപ്പോൾ ക്ഷീണമായിരിക്കാം, എന്തോ ആവട്ടെ. നമ്മുടെ ബലഹീനതകൾ എന്താണോ അതിനെ റിയലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് സ്വയം സമയമെടുക്കുകയും നമ്മളെ സ്വയം പരിശോധിക്കുകയും അഥവാ ഒരു തോൽവി സംഭവിച്ചാൽ എന്തുകൊണ്ട് ഞാൻ തോറ്റുപോയി എന്ന് കണ്ടെത്തുക. അതല്ലെങ്കിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ബലഹീനത എന്തെന്ന് സ്വയം കണ്ടെത്തേണ്ടതും അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഗുണത്തെ സ്വന്തം ലൈഫിൽ പ്രാക്ടിക്കലാക്കിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതും ഓരോരുത്തരും ചെയ്യേണ്ടതായിരിക്കുന്ന ധർമ്മമാണ്, അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. പക്ഷേ എനിക്കിങ്ങനൊരു ബലഹീനതയുണ്ട് എന്ന് നിങ്ങളുടെ വായിലൂടെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് അവർക്ക് നിങ്ങളെ തോൽപ്പിക്കാനുള്ളതായിരിക്കുന്ന ആയുധം, വെട്ടാനുള്ള വാള് കയ്യിൽ കൊടുത്തതിന് തുല്യമായി മാറും. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ കണ്ടെത്തണം, വിശകലനം ചെയ്യണം, ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കണം. അതിന് വേണ്ടതായിട്ടുള്ള സൊല്യൂഷൻ എന്താണ്, അതിനുള്ള മൂല്യം എന്താണ്, ശക്തി എന്താണ്, മെഡിറ്റേഷനിലൂടെ ഭഗവാന്റെ അടുത്ത് നിന്ന് ഏത് ഗുണമാണ് എടുക്കേണ്ടത്, ഏത് ശക്തിയാണ് എടുക്കേണ്ടത്, അത് വിശകലനം ചെയ്യണം. ആ ശക്തി എടുക്കണം, ഊർജ്ജം എടുക്കണം. അതിന് വേണ്ടതായിരിക്കുന്ന ക്ഷീണം വരുന്നതാണോ നിങ്ങളുടെ പ്രോബ്ലം, റെഗുലറായിരിക്കുന്ന എക്സസൈസിലൂടെ സ്റ്റാമിന ഡെവലപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്നതാണോ പ്രോബ്ലം, നിരന്തരമായിട്ട് മെഡിറ്റേഷനിലൂടെ മനസ്സിനെ ശക്തിശാലിയാക്കി മാറ്റൂ. ഭയപ്പെടുന്നതാണോ നിങ്ങളുടെ പ്രോബ്ലം, ഭഗവാനെ കൂടെ ഉണ്ടെന്നുള്ളതായിട്ട് അനുഭവം ചെയ്തുകൊണ്ട് സർവശക്തൻ്റെ കൂട്ടുകെട്ടിലൂടെ ഭയം എന്ന സാധനമേ ഇല്ലാത്ത അവസ്ഥ നിങ്ങൾ ഡെവലപ്പ് ചെയ്യൂ. പക്ഷേ ഇത് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ തളർത്താനുള്ളതായിട്ടുള്ള ആയുധമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് പറയാതിരിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നാളെ നിങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നൊരു സ്റ്റെപ്പ് വെക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ആരോടും പറയാതിരുന്നത് നല്ലതാണ്. എത്ര മുന്നോട്ട് പോയിക്കൊണ്ട് നിങ്ങൾ ആ ഡ്രീം നേടുമ്പോൾ അവരറിയട്ടെ നിങ്ങൾ നേടിയെന്ന്. ഒരു കുട്ടി ഒരു പ്രാവശ്യം ഒരു പരീക്ഷയിൽ വലിയ മാർക്കില്ലാതെ ജസ്റ്റ് പാസിലേക്ക് പോയി, ഡിഗ്രി കഴിഞ്ഞു. എൻ്റെ സ്വന്തം അനുഭവമാണ് പറഞ്ഞിരുന്നത്. അവന് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ എല്ലാവരും അവനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു, കളിയാക്കുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അവൻ കോഡിങ് പഠിക്കാൻ വേണ്ടി പോയി. 2 വർഷമോ മറ്റോ, അത്ര സമയം എനിക്ക് കൃത്യം ഓർമ്മയില്ല. അവനൊരു മിടുക്കനായിട്ട് നന്നായിട്ട് പഠിച്ചു.
പഠിച്ചു കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ഓൺലൈൻ അവൻ ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. പഠിക്കുന്ന കാലത്ത് ഡിഗ്രിയിൽ ഹൈമാർക്ക് വാങ്ങിയ കുട്ടികൾ അവരിപ്പോഴും അവരെ പഠനമായിട്ട് മുന്നോട്ട് പോവുക. ഈവൻ ലക്ഷക്കണക്കിന് സാലറി വാങ്ങാൻ തുടങ്ങി. അവൻ ആ ലെവലിൽ എത്തിയപ്പോൾ ഇവനെന്താ പഠിച്ച്, നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല ഇവൻ ഈ നിലയ്ക്ക് എത്തും എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഈ മൊബൈലിലെടുത്ത് ഇങ്ങനെ എന്താ പറയുക സ്ക്രോൾ ചെയ്യുന്ന സമയത്തെ മൊബൈലിൽ കൈകൊണ്ട് നിങ്ങൾ മാറ്റി മാറ്റി നോക്കുന്ന സമയത്ത് അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിച്ചെടുത്തു, അത്രയേ ഉള്ളൂ എന്നും. അപ്പം അതുകൊണ്ട് നിങ്ങൾ സൈലൻ്റ് ആയിക്കൊണ്ട്, ഞാൻ ഇതൊക്കെ പോയി കുഴപ്പമൊന്നുമില്ല ഞാൻ കോഡിങ് പഠിക്കാൻ പോവുകയാണെന്ന് അനൗൺസ് ചെയ്തില്ല. സൈലൻ്റായിട്ട് കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു, അവൻ്റെ ലക്ഷ്യം നേടിയെടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പറയാൻ പോയാൽ നിന്നെക്കൊണ്ടൊന്നും ആവില്ല. ഡിഗ്രി പഠിച്ച് ചെറിയ ജസ്റ്റ് പാസ് ആയ ആളല്ലേ ഇനിയിപ്പോൾ കോഡിങ് പഠിക്കാൻ പോകുന്നത്. ഡിഗ്രി പഠിച്ച് അല്ലെങ്കിൽ ഇത് പഠിച്ച് ഇത്രയല്ലേ നിങ്ങൾ നേടിയിട്ടുള്ളൂ, ഇനിയിപ്പോൾ നിന്നെക്കൊണ്ടല്ലേ അതാവാൻ പോകുന്നത്. ഇങ്ങനെ പറയാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. അതുകൊണ്ട് അതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിക്കൊണ്ട്, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിക്കൊണ്ട്, നെഗറ്റീവായിരിക്കുന്ന വൈബ്രേഷൻസിൻ്റെ പ്രഷർ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ എത്ര നിങ്ങൾക്ക് സൈലൻ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും സൈലൻ്റായി കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നൊരു കാര്യം, ദാനപുണ്യങ്ങൾ. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ദാനം കൊടുത്തിട്ടുണ്ട്, പുണ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈശ്വരൻ്റെ കണക്കിൽ കൊടുത്ത സാധനം കൊടുത്തു എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോലും, ആ സാധനം കാണുമ്പോൾ അത് ഞാൻ കൊടുത്തതാണെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോലും 25% അതിൻ്റെ പുണ്യം ഇല്ലാതെയാവും. ഒരാളോട് പറഞ്ഞു എങ്കിൽ 50% അതിൻ്റെ പുണ്യം ഇല്ലാണ്ടാവും. നിങ്ങൾ കർമ്മത്തിൽ ഇത് ഞാൻ തന്നതല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ അതോടുകൂടിയിട്ട് അവരെ വിഷമിപ്പിക്കുന്ന ഒരു രീതിയിൽ നിങ്ങളുടെ പെരുമാറ്റം ഉണ്ടായാൽ ആ ദാനം നിങ്ങൾ കൊടുത്തിട്ടേ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദാനപുണ്യത്തിൻ്റെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു കൈ കൊണ്ട് കൊടുത്താൽ വലത് കൈ കൊണ്ട് കൊടുത്താൽ ഇടത് കൈ അറിയരുതെന്നാണ് പറയുക. ഗുപ്തദാനം മഹാപുണ്യമാണ്. അതുകൊണ്ട് ദാനപുണ്യങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾ ലിസ്റ്റാക്കരുത്, ദാനപുണ്യങ്ങളെ അനൗൺസ് ചെയ്യിപ്പിക്കരുത്, ദാനപുണ്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ആദരവ് ഏറ്റുവാങ്ങാൻ നിൽക്കരുത്. ഗുപ്തദാനം മഹാപുണ്യം. അപ്പോൾ ഈ 7 കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗുപ്തമാക്കി വെക്കാമെങ്കിൽ നിങ്ങളുടെ ലൗകികവും അഥവാ നിങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ജീവിതം, ഒപ്പം നിങ്ങളുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.